അഹമ്മദാബാദ് വിമാന ദുരന്തത്തിൽ വിറങ്ങലിച്ച് നിൽക്കുകയാണ്, കണ്ണീരണിഞ്ഞ് നിൽക്കുകയാണ് രാജ്യം. മരണസംഖ്യ 290 വിമാനയാത്രക്കാരിൽ 241 പേർ മരിച്ചു എന്നാണ് എയർ ഇന്ത്യ സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഒരാൾ അത്ഭുതകരമെന്നോ അവിശ്വസനീയമെന്നോ ഒക്കെ വിശേഷിപ്പിക്കാവുന്ന തരത്തിൽ രക്ഷപ്പെട്ടിട്ടുണ്ട്. അയാൾ ചികിത്സയിലാണ്. യാത്രക്കാർക്ക് പുറമെ മെഡിക്കൽ വിദ്യാർത്ഥികളും അവിടെയുള്ള ചില പ്രദേശവാസികളും മരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് വിവരം. എയർ ഇന്ത്യയുടെ AI 171 വിമാനമാണ് ടേക്ക് ഓഫിനിടെ മേഘാനി നഗറിലെ ജനവാസ മേഖലയോട് ചേർന്ന പ്രദേശത്ത് തകർന്നു വീണത്. സാഹചര്യങ്ങൾ വിലയിരുത്താൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് അഹമ്മദാബാദിൽ എത്തുന്നുണ്ട്. അതിനിടയിൽ മലയാളികളെ സംബന്ധിച്ചിടത്തോളം മരിച്ച പത്തനംതിട്ട പുല്ലാട് സ്വദേശിനി രഞ്ജിത ഒരു വലിയ വേദനയായി മാറുകയാണ്. രഞ്ജിതയുടെ സഹോദരൻ DNA പരിശോധനയ്ക്കായി അഹമ്മദാബാദിലേക്ക് തിരിച്ചിട്ടുണ്ട്. ഡൽഹിയിൽ നിന്ന് അജീഷ് ജയകുമാർ കൂടി ചേരുന്നുണ്ട് വിവരങ്ങളുമായി. അജീഷ്, വളരെ വേദനയോടുകൂടി രാജ്യം വിറങ്ങലിച്ച് നിൽക്കുകയാണ്. ലോകത്തെ തന്നെ നടുക്കിയ ഒരു ദുരന്തമായി ഇത് മാറുന്നു. എന്താണ് ഒടുവിലായി പുറത്തു വരുന്ന വിവരങ്ങൾ? കേന്ദ്രം സാഹചര്യം വിലയിരുത്തുന്നത് എങ്ങനെ? ഇന്നലെ രാത്രിയിലും ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടിയാലോചനകൾ ഉണ്ടാകുന്നുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. പുതിയ വിവരങ്ങൾ എന്താണ് അജീഷ് ജയകുമാർ? രജിത്ത് പറഞ്ഞതുപോലെ തന്നെയാണ് രാജ്യം ഏറെ ഉറ്റുനോക്കുന്ന അല്ലെങ്കിൽ ഏറെ പ്രാധാന്യമായി കൽപ്പിക്കുന്ന ഒരു സംഭവം കൂടിയാണ്. രാജ്യത്തിൻ്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയൊരു വിമാന ദുരന്തം, ഒരു ആകാശ ദുരന്തം. അതിൽ 300-ലധികം പേർക്ക് ജീവൻ നഷ്ടമാകുന്നു എന്നുള്ളൊരു സാഹചര്യം. ഔദ്യോഗികമായി സ്ഥിരീകരിക്കപ്പെട്ടില്ലെങ്കിൽ പോലും അത്രയോളം മരണസംഖ്യ ഉയരുമെന്നുള്ളൊരു കണക്കുകളാണ് ഇപ്പോൾ നിലവിൽ പുറത്തു വരുന്നത്. ഈ വിമാനത്തിലുണ്ടായിരുന്ന 241 പേർ, അവർ എല്ലാവരും 42 പേരുണ്ടായിരുന്നതിൽ 241 പേർ മരിച്ചു എന്നാണ് എയർ ഇന്ത്യ തന്നെ ഔദ്യോഗികമായി അത് സ്ഥിരീകരിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസമാണ്, ഏറ്റവും ഒടുവിലാണ് അവരുടെ കണക്കുകളടക്കം എല്ലാം വിശദമായി പരിശോധിച്ച ശേഷം അവിടെ സ്ഥിതിഗതികൾ എയർ ഇന്ത്യയുടെ ഉദ്യോഗസ്ഥരടക്കം നേരിട്ടെത്തി വിലയിരുത്തിയ ശേഷമാണ് 241 പേർ അവർക്ക് ജീവൻ നഷ്ടമായി എന്ന് വേദനയോടെ എയർ ഇന്ത്യ തന്നെ പങ്കുവയ്ക്കുകയും ചെയ്തിരുന്നത്. ഒരാൾ മാത്രമാണ് ഈ ദുരന്തത്തിൽ രക്ഷപ്പെട്ടത്. അത്ഭുതകരമായി രക്ഷപ്പെട്ട ആ വ്യക്തി ഒരാൾ മാത്രമാണ് രക്ഷപ്പെട്ടത്. മാത്രമല്ല, ഇന്നലെ വ്യോമയാന മന്ത്രിയും ആഭ്യന്തരമന്ത്രി അടക്കം നേരിട്ട് ഈ സ്ഥലത്തെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തിയിരുന്നു. ഉന്നത ഉദ്യോഗസ്ഥരുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. അതിന് പിന്നാലെ ഒരു പ്രത്യേക അന്വേഷണവും വ്യോമയാന മന്ത്രാലയം പ്രഖ്യാപിച്ചിരുന്നു. അത് എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോയുടെ നേതൃത്വത്തിൽ ഒരു പ്രത്യേക അന്വേഷണം പ്രഖ്യാപിച്ചിരുന്നു. കൂടാതെ DGCA തലത്തിലും ഒരു അന്വേഷണം നടക്കുന്നുണ്ട്. ഇവർ പ്രധാനമായും അന്വേഷിക്കുന്നത് ഇതൊരു മെക്കാനിക്കൽ ഫെയിലിയർ ആണോ, അല്ലെങ്കിൽ ഒരു പൈലറ്റിന് പറ്റി അല്ലെങ്കിൽ അവിടുത്തെ മനുഷ്യർക്ക് പറ്റിയ ഒരു പിഴവാണോ തുടങ്ങിയ കാര്യങ്ങളാണ് പ്രധാനമായി അന്വേഷിക്കുന്നത്. കൂടാതെ ഒരു പ്രത്യേക സമിതിയും ഈ വിമാന ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ നിയോഗിച്ചിട്ടുണ്ട്. അവർ പ്രധാനമായും ഇത്തരത്തിലുള്ള ദുരന്തങ്ങൾ ഭാവിയിൽ ആവർത്തിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള കരുതലുകൾ എന്തൊക്കെയാണ് തുടങ്ങിയ നിർദ്ദേശങ്ങളാകും DGCAയ്ക്കും വ്യോമയാന മന്ത്രാലയത്തിനും സമർപ്പിക്കുക. എന്തായാലും ഇവർ അന്വേഷണം തുടങ്ങിക്കഴിഞ്ഞു. ഏറ്റവും പ്രധാനമായി ഇവിടുന്ന് ബ്ലാക്ക് ബോക്സ് കണ്ടെത്തി കഴിഞ്ഞു. ഇനി ഈ ബ്ലാക്ക് ബോക്സിൻ്റെ ഡാറ്റകൾ റിട്രീവ് ചെയ്തെടുക്കുകയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ ബ്ലാക്ക് ബോക്സ് ഈ DGCയുടെയോ അതേപോലെ തന്നെ എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോയുടെയോ ഫോറൻസിക് ലാബുകളിലായിരിക്കും അതിൻ്റെ പരിശോധന നടക്കുക. പ്രധാനമായി 2 റെക്കോർഡേഴ്സാണ് ഈ ബ്ലാക്ക് ബോക്സിൽ ഉണ്ടാവുക. അത് FDR ഫ്ലൈറ്റ് ഡാറ്റ റെക്കോർഡറും ഉണ്ടാവും, മറ്റൊരു കോക്പിറ്റ് റെക്കോർഡറും ഉണ്ടാവും. ഇതിനകത്ത് ഈ ഫ്ലൈറ്റിൻ്റെ അത് എത്ര ഉയരത്തിൽ വെച്ചാണ് ഈ സംഭവം നടക്കുന്നത്, അതിൻ്റെ വേഗത, അതിൻ്റെ ഉയരം എന്നിവ കാര്യങ്ങൾ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. കൂടാതെ തന്നെ ഈ കോക്പിറ്റിൽ അവസാനമായി ഈ വൈമാനികർ പറഞ്ഞ കാര്യങ്ങൾ, അതിനകത്തെ ഡാറ്റകളൊക്കെ റെക്കോർഡ് ചെയ്തിട്ടുണ്ടാവും. ഇതെല്ലാം റിട്രീവ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിന് ചിലപ്പോൾ ദിവസങ്ങൾ വേണ്ടി വന്നേയും അതും അവിടുത്തെ എയർ ട്രാഫിക് കൺട്രോൾ സെൻറ്ററിൻ്റെ അവിടുത്തെ വിവരങ്ങൾ കൂടി ഒത്തുനോക്കിയിട്ടാകും എന്താണ് എക്സാക്ട്ലി സംഭവിച്ചത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. ചിലപ്പോൾ 1-2 ദിവസം എടുത്ത ശേഷം മാത്രമേ എന്താണ് എക്സാക്ട്ലി സംഭവിച്ചത് അതിൻ്റെ ഒരു റിപ്പോർട്ട് ഇവർ വ്യോമയാന മന്ത്രാലയത്തിന് നൽകൂ. അപ്പോൾ മാത്രമേ നമുക്ക് ഇതെന്താണ് സംഭവിച്ചത്, ഒരു മെക്കാനിക്കൽ ഫെയിലിയർ ആണോ, എഞ്ചിൻ തകരാറായിരുന്നോ, അല്ലെങ്കിൽ ഒരു ബാഡ് ഹിറ്റ് ആയിരുന്നോ തുടങ്ങിയ കാര്യങ്ങളിൽ ഒരു സ്ഥിരീകരണം നമുക്ക് പോലും പറയാൻ സാധിക്കുകയുള്ളൂ. എന്തായാലും അവരുടെ അന്വേഷണം ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. എയർ ഇന്ത്യ ഇക്കാര്യത്തിൽ, അതായത് കഴിഞ്ഞ ദിവസവും ഇതിൽ ഒരു ഔദ്യോഗിക സ്ഥിരീകരണം നടത്തിയിരുന്നു. കൂടാതെ ബോയിങ് വിമാന കമ്പനിയും ഈ അന്വേഷണവുമായി സഹകരിക്കുമെന്നും ഇന്ത്യയുടെ വ്യോമയാന മന്ത്രാലയം നടത്തുന്ന അന്വേഷണവുമായി സഹകരിക്കുമെന്ന് കഴിഞ്ഞ ദിവസം അവരുടെ ബോയിങ് കമ്പനിയുടെ പ്രസിഡന്റ് തന്നെ ഔദ്യോഗികമായി അറിയിക്കുകയും ചെയ്തിരുന്ന ഒരു പത്രക്കുറിപ്പ്
അദ്ദേഹവും പുറത്തിറക്കിയിരുന്നു. കൂടാതെ അമേരിക്കയുടെ ഈ വ്യോമയാന മേഖല അത് നിരീക്ഷിക്കുകയും അതിൻ്റെ വേണ്ട സുരക്ഷാ മുൻകരുതലുകളൊക്കെ എടുക്കുകയും ചെയ്യുന്ന ആ ഏജൻസി, അതിലെ വിദഗ്ധരടക്കം ഈ ഇന്ത്യയിലെത്തി ഇന്ത്യയുടെ അന്വേഷണവുമായി സഹകരിക്കും, വേണ്ട നിർദ്ദേശങ്ങളും അവരുടെ സഹായങ്ങളടക്കം നൽകുമെന്നും അറിയിച്ചിട്ടുണ്ട്. എന്തായാലും കേന്ദ്രത്തിൽ നിന്ന്, അതായത് ഡൽഹിയിൽ നിന്ന് പ്രത്യേക എല്ലാവിധ ഒരുക്കങ്ങൾ അല്ലെങ്കിൽ എല്ലാവിധ അന്വേഷണവും ഇപ്പോൾ തുടങ്ങിക്കഴിഞ്ഞു. അതിൻ്റെ ഭാഗമായിട്ട് പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥർ, ഈ ഏവിയേഷൻ മേഖലയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന വിദഗ്ധരടക്കം എല്ലാവരും അഹമ്മദാബാദിൽ എത്തിക്കഴിഞ്ഞു. വിശദമായ ഒരു അന്വേഷണം നടത്തേണ്ടതുണ്ട്. അന്വേഷണം പുരോഗമിക്കുകയാണ് എന്നാണ് ഡൽഹിയിൽ നിന്ന് അജീഷ് ജയകുമാർ നൽകുന്ന വിവരം.